ഇവിടെ ആക്ച്വലി നമ്മൾ നല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന ടൈമിൽ അല്ലേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫാൻ ബേസ് ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് ബട്ട് സ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് രാഹുലിന് നേരെ ഒരു അലിഗേഷൻ വരുന്നത് അല്ലേ ദാറ്റ് ഒരു സീരിയസ് അലിഗേഷൻ ആയിരുന്നു വന്നത് ആൻഡ് ലുക്കൗട്ട് നോട്ടീസ് വരുന്നു ആൻഡ് യു വെയർ ഐ നോ അങ്ങനെ ഒരു എന്തോ സംതിങ് ന്യൂസ് ഓൺലൈൻ മീഡിയസ് ആണ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ റിയലി ബട്ട് ആക്ച്വലി എന്താണ് സംഭവിച്ചത് വാട്ട് ഹാപ്പൻ ഇല്ല അതൊരു എന്താ പറയുക ഒരു പ്രൈവറ്റ് മാറ്റർ ആണത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങളെ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയായിരുന്നു. ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ ഫാമിലീസിനും അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ വി ട്രൈഡ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്, സോ തോട്ട് ടു സെപ്പറേറ്റ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണത്. അലിഗേഷൻസ് ആർക്കും വേണമെങ്കിൽ ഇങ്ങനെയെല്ലാം പറയാം, കേസ് ആർക്കും അങ്ങനെ കൊടുക്കാം. പക്ഷേ സത്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബട്ട് ഈ പറഞ്ഞ പോലെ ഓഡിയൻസിന് അതിന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓൺലൈൻ മീഡിയാസ് എങ്ങനെയാണ് അത് കൺവേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുക്കൗട്ട് നോട്ടീസ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ്. ഓക്കെ, ആ ടൈമിൽ ബിക്കോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി നമ്മളങ്ങനെ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വിൽ സെർച്ച് ഇൻസ്റ്റാ, പീപ്പിൾ സ്റ്റാർട്ടഡ് കമന്റിങ്. അതാണല്ലോ ഇപ്പോഴും കുറേ കമന്റ്സ്. ഞാൻ പറഞ്ഞു ഞാൻ ഈ സക്സസിനോടും ഈ പറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങളോടും അറ്റാച്ച്ഡ് അല്ല. പിന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടന്നിരിക്കുന്നത്, അതിനുള്ള എന്താണ് ഇപ്പോൾ ഒരു കേസിൻ്റെ മേലെ വന്നാലും അതിനെന്താണ് പ്രൂഫ് ഉള്ളത്, എല്ലാവരുടെ ഉണ്ട്. ഇത് കാണിക്കേണ്ടത് കോർട്ടിലാണ്. അല്ലാതെ ഞാൻ വന്നിട്ട് എനിക്ക് അന്നേ ചിന്തിച്ചിട്ട് ഞാൻ വന്ന് ഓൺലൈനിൽ സംസാരിക്കാം. ബട്ട് എന്തിനാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് വെച്ചു, അതിൻ്റെ ആവശ്യമില്ല.